ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കുറച്ച് വയോജന പദ്ധതികളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ വയോജന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. മന്ദഹാസം പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല്ലുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൃത്രിമമായിട്ടുള്ള ദന്തങ്ങൾ നൽകുന്ന, അതായത് പല്ലുകൾ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. 60 വയസ്സ് തികഞ്ഞവർക്ക്, 60 വയസ്സ് തികഞ്ഞോ അല്ലെങ്കിൽ 60-ൽ കൂടുതൽ വയസ്സുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL കാർഡ് ഉള്ളവർക്കാണ് ഈ മന്ദഹാസം പദ്ധതിയിലൂടെ ഈ ആനുകൂല്യം എന്ത് ചെയ്യുന്നത്, ലഭ്യമാകുന്നത്. ഈ മന്ദഹാസം പദ്ധതിയെ പറ്റി കഴിഞ്ഞ വിമൻ എക്സൈസ് ഓഫീസറിന്റെ ടെസ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മന്ദഹാസം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് താഴെ പറയുന്ന ഏത് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വയോജന പദ്ധതിയാണ് സായംപ്രഭ പദ്ധതി എന്ന് പറയുന്നത്. അതായത് വയോജനങ്ങൾക്കായിട്ട് പകൽ സമയങ്ങളിൽ ഒരു ഡേ കെയർ സെന്റർ പോലെ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സായംപ്രഭ പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ പകൽ സമയങ്ങളിലൊക്കെ വീട്ടിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വിനോദവും മാനസികമായിട്ടുള്ള ഒരു പിന്തുണയും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു പകൽ വീട് എന്നുള്ളൊരു പദ്ധതിയാണ് സായംപ്രഭ പദ്ധതി എന്ന് പറയുന്നത്. 60 വയസ്സ് തികഞ്ഞ വ്യക്തികൾക്കാണ് ഈ സായംപ്രഭ പദ്ധതിയിലൂടെ ഈ അവകാശം എന്ത് ചെയ്യുന്നത്, ലഭ്യമാക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ആക്ച്വലി ഇതിനെ സായംപ്രഭ ഹോം പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വീട് പോലെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് സായംപ്രഭ ഹോം പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത വയോജന പദ്ധതികളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഗുഡ്